ഇപ്പം നിൽക്കുന്നത് കരുണാകരൻ നായർ അണ്ണൻ്റെ അവിടെ കൃഷി സ്ഥലത്താണ്. ഈ സലാഡ് വെള്ളരിയുടെ വീഡിയോ ആണ് ഞാനിത് കാണിക്കുന്നത്. നല്ല അടിപൊളി, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഈ അണ്ണ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി അണ്ണന് വലിയ താല്പര്യമില്ല മൈക്ക് വെച്ച് സംസാരിക്കാൻ. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഇത് 340 രൂപയാണ് ഇതിൻ്റെ വില. 100 ഗ്രാം. 100 ഗ്രാം അല്ല 50 ഗ്രാം 340 രൂപയാണ്. അതേസമയം ഇതിലുള്ള വേറൊരു വിത്തുണ്ട് 150 രൂപ കിട്ടും. അതാണ് ഈ കിടക്കുന്നത്, ഈ കാച്ചി കിടക്കുന്നത്, ഈ പയർ 150 രൂപ. അപ്പോൾ ഇത് കൂടുതൽ വിളവെടുപ്പ് കിട്ടുമെന്നും പറഞ്ഞ് തന്നതുകൊണ്ടാണ് ഇത് ഇന്നലെ വാങ്ങിയത്. ഇത് കൃഷിഭവനിൽ തന്നതാണ്. കൃഷിഭവനിൽ ഇവിടെ ഒരു അഗ്രികൾച്ചറിൻ്റെ റിട്ടയർഡ് ഓഫീസർ കട നടത്തും. ഇങ്ങനെ നല്ല വിത്തുകൾ എടുത്തോണ്ട് വെക്കും. നമ്മൾ ഈ തേരിയേറി പോകുമ്പോൾ അവിടെ നിന്നാണ് എടുക്കുന്നത്. പാവല് നമ്മളെ സ്വന്തം വിത്ത് തന്നെ. അതൊരു 3 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ 1 കിലോ. 3 എണ്ണം വേണ്ട. പക്ഷേ ഇതിപ്പം തയ്യാവണേ ഉള്ളൂ, പടന്ന് തുടങ്ങണേ ഉള്ളൂ. ഇനി ഒരു 10 ദിവസം കൂടെ എടുക്കും. ഈ കുപ്പിയിൽ ഇതെന്തിന് ഇങ്ങനെ തൂക്കിയല്ല പ്രത്യേകത എന്ന് പറയണത്? അത് ഞങ്ങള് ഈ പന്നിയെ പറ്റിക്കാൻ കിട്ടിയിട്ടാണ് സാധനം. പന്നിയെ പറ്റിക്കാനാ? പന്നി എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ ഇങ്ങനെ പോണെങ്കിൽ ഇതിങ്ങനെ വീശും, ഇങ്ങനെ സൗണ്ട് കേൾക്കും. ഈ സൗണ്ട് കേൾക്കും. അപ്പൊ ഇവൻ അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുമ്പോൾ അവൻ നിൽക്കാതെ അങ്ങ് വലിഞ്ഞു പോകും. ഭയങ്കര. ഇല്ലെങ്കിൽ കുത്തിക്കളച്ച് റെഡിയാക്കിയിട്ട് പോകും. പിന്നെ തത്ത വന്ന് ഈ പയറുണ്ടെങ്കിൽ ഇല്ലേക്കണേനൊക്കെ പയറി വന്നിരുന്നേനെ തിന്നും. അപ്പൊ ഇതുണ്ടെങ്കിൽ ഇതിട്ട് കാറ്റ് വീശാൻ ഇതിങ്ങനെ വീശുമ്പോ. പിന്നെ അതുമല്ല, നമ്മളെ ഇതിനകത്ത് വേറൊരാൾ കയറണമെങ്കിൽ നമുക്ക് പരിസരത്ത് നിന്ന് അറിയാൻ പറ്റും. എന്നുവെച്ചാൽ ഒരാൾ കയറി ഇതിലൊക്കെ പിടിച്ച് ഇങ്ങനെ വലിക്കണമെങ്കിൽ ഇതിന്റെ സൗണ്ട് വേറെ. ഒരെണ്ണം മതി. അപ്പൊ ഒന്നല്ല, അപ്പൊ ഇത് മൊത്തം ഔത്ത്. പയറ് തീർന്നപ്പോഴത്തേക്ക് ഔത്ത് മാറ്റി. കുപ്പിയല്ലേ, ആരെയും തട്ടിപ്പൊട്ടിക്കണമെങ്കിൽ ഇവനെ കാലി കെട്ടി. ഇത് ഞാൻ കുറച്ച് സ്ഥലത്ത് പോയിട്ട് ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ടെക്നോളജി കാണുന്നത് കേട്ടാ. അപ്പൊ അവിടെയൊക്കെ അവരെ ഇതേപോലെ ചെയ്തിട്ടില്ല. അല്ല, ഇതേപോലെ പയറൊക്കെ അവരെ ചെയ്തില്ല. അവര് സോളാർ ചെയ്തേക്കുന്നതുകൊണ്ട് ഈ കൂട്ടത്തിൽ ശരിക്ക് ചെയ്യണമെങ്കിൽ അവിടെ വലിയൊരു ബാധിക്കില്ല. എന്നുവെച്ചാൽ എപ്പോഴും ആരെങ്കിലും ആ പരിസരത്ത് കാണും. ഇതിപ്പോ ഞാൻ ഇവിടെ നിന്ന് ഒരു 10 മണിക്ക് കയറി പോയാൽ പിന്നെ ഞാൻ 3 മണിക്ക് കയറും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഉള്ള ശല്യത്തിലാണ് ഇത്. അതേപോലെ പിന്നെ 6:30 മണി. അണ്ണ 12 വയസ്സോട്ട് തുടങ്ങിയ? 12ാമത്തെ വയസ്സ്. എന്നുവെച്ചാൽ ഞാൻ 7ൽ പഠിക്കുന്ന സമയം. അന്നൊക്കെ നമ്മളിവിടെ ദാരിദ്ര്യമാണ്. ഇവിടെ നല്ല പ്രദേശം മൊത്തം ദാരിദ്ര്യമാണ്. അപ്പൊ നമ്മള് ഈ വയലിൽ കൊയ്ത്ത് കഴിഞ്ഞാൽ ചീര കൃഷി, ചുമന്ന ചീര. അന്ന് ഈ പച്ചക്കീര ഇല്ല, ഈ ചീര ഇല്ല, അന്ന് ഇത് ഇറങ്ങിയില്ല. അങ്ങനെ അത് നമ്മൾ ഇതേപോലെ അച്ഛൻ്റെ കൂടെ കിളച്ചിടും. അച്ഛൻ കിളച്ച് മറ്റുള്ള ചെയ്യും, നമ്മൾ വെള്ളം കോരും. അങ്ങനെ തുടങ്ങി. അന്ന് ഒരു പിടി കൊണ്ട് കൊടുത്താൽ നമുക്ക് 2 രൂപയും കിട്ടൂല. 2 രൂപ അല്ല, 20 പൈസ, 10 പൈസ. അന്ന് പയറിന്റെ ഭയങ്കര വില. അന്ന് കൃഷിഭൂമി ഉണ്ടോ? അന്ന് മൊത്തത്തിൽ കിടന്നപ്പോൾ ഇത്തിരി വയലൊക്കെ ഉണ്ടായിരുന്നു. സഹോദരരെയൊക്കെ അയച്ച് അപ്പോൾ അത് കുറേയൊക്കെ പണ്ടുള്ള കുടുംബക്കാർ വിറ്റല്ലിയ കല്യാണം നടത്തും. അത് ശരിയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ പല വീട്ടിലും ലോൺ എടുത്ത്, ചെറിയ വീട് ലോൺ എടുത്ത് അതിന് അവസാനം അടയ്ക്കാൻ പറ്റാതെ വിറ്റിട്ട് വാടകയ്ക്ക് മുന്നിലെ ഉള്ളിലോട്ട് പോയി താമസിക്കും. ഞാൻ പലവരെയും കണ്ടിട്ടുണ്ട്. അപ്പൊ സുഹാന്റെ വീട്ടിനെതിരെ ഇരിക്കണ ഒരു കാറ് കിടപ്പുണ്ട്, 200. ഞാൻ അത് പില്ലറക്കാണ് ഇതിന് വളം കൊണ്ടുവരാൻ വേണ്ടി വാങ്ങിച്ചത്. അത് നമ്മളെ മാക്സിമം അധ്വാനിച്ച് വേറൊരാളിനെ നമ്മളെ കൊണ്ട് ശല്യമില്ല. നമ്മൾ അധ്വാനിച്ച് നമ്മളെ എന്താ വെച്ചാൽ ഇതൊക്കെ നല്ല വരുമാനമാണ്. അത് പറഞ്ഞ നല്ല വരുമാനം. ഈ വരുമാനത്തിൽ നിന്ന് നമ്മൾ 2 മക്കളെ പഠിപ്പിച്ച് 2 പേരെയും കല്യാണം. സർക്കാർ പണിയായില്ല എങ്കിലും അവരവരെ കാര്യങ്ങൾ നോക്കുന്നു. 2 ലിസ്റ്റിലൊക്കെ ഉണ്ട്, കിട്ടണമെങ്കിൽ അവരെ വിധി. ഇവിടെ അല്ല, മഴ പോയി തുടങ്ങി കഴിഞ്ഞാൽ വയലിലെ കൃഷി പറ്റൂല. അതുകൊണ്ട് ഇവിടെ ഇനിയിപ്പോൾ കൃഷി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ 1 മാസം കഴിയുമ്പോൾ ഓണത്തിന് കിട്ടാനുള്ള നമ്മൾ നട്ടു തുടങ്ങണം. ഇത് ഓണത്തിന് കിട്ടുമോ? കിടക്കൂല. ഇത് ഇനി കൂടിയെന്നാൽ ഒരു 25 ദിവസത്തിനകത്ത്. ഇന്ന് 25 ദിവസം കഴിയുമ്പോൾ ഇത് തീരും. അപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ഇതിന്റെ മൂട്ടിൽ പയറിടും. പിന്നെ അല്ലെങ്കിൽ ഇനി അടുത്ത ഓണം കൃഷി പടവലം, പാവല്, വെള്ളരി ഇങ്ങനെ ഇടും. ഇത് ഞാൻ നോക്കി ഈ കൃഷി കാണാനും ഈ കാച്ചി നിൽക്കുന്ന കാണാൻ എല്ലാവർക്കും ഒരു ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഇതിപ്പോ ഇങ്ങനെ പടത്തോണ്ടേ നാളത്തേക്ക് ആകുമ്പോഴേ
വേണ്ട ഉം. ഇതേപോലെ മോളറ്റം വരെ ഓരോ ഇലയ്ക്ക് ഓരോ കായ, ചിലപ്പോൾ ചിലതിൽ 2 കാ കാണും. അങ്ങനെ കാച്ചി കിടക്കും. നമ്മൾ ഇത്രയും ഭാഗം അടക്കുമ്പോൾ തന്നെ 5 കിലോ 5 കിലോ കിട്ടും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഈ നമുക്ക് യഥാർത്ഥം ഈ സലാഡ് വളരെ ഈ മോഡലുണ്ട്, പിന്നെ പച്ച കളർ അത് ഇവിടെ നിന്ന് പറഞ്ഞു. പച്ച നമുക്ക് ഇവിടെ മാർക്കറ്റില്ല, പക്ഷെ വില കൂടുതലാണ്. വില കൂടുതലല്ല, ഇതിനേക്കാളും വില കുറവാണ്. പക്ഷെ അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് അത് വരുന്നത്. പിന്നെ മറ്റേ പുള്ളി ഉള്ളതുണ്ട്, അതിനെ അതൊക്കെ നമ്മളെ ഇവിടെ കേരളത്തിൽ പോകില്ല, പിടിക്കൂല. നമ്മളെ ഇവിടെ കൊല്ലം ജില്ലയിലോട്ട് പോയി അതൊക്കെ അത് പിടിക്കും, അവര് അതേ ഉപയോഗിക്കുള്ളൂ. ഇത് ഉപയോഗിക്കില്ല. ഓ, ഇത് അതാണ് യഥാർത്ഥം ഞാൻ ഏകദേശം 3 എണ്ണം കണ്ടിട്ടുണ്ട്. ഇതിൽ തന്നെ 3 കളറുണ്ട്. ഇത് തനി വേറൊരു പച്ച കളർ വരും. അപ്പൊ അത് നല്ല ഇതായിരിക്കും. ഇതിൽ തന്നെ ഈ വിത്ത് കൂടെ വരണതല്ല, അത് അതിന് ആ വള്ളിക്കണമെങ്കിൽ ഒരു കേടും കാണൂല. അതാണ് അതിന്റെ സൂചന. അതിന്റെ വിത്ത് കിട്ടൂല. വിത്ത് ഇത് തന്നെ ഈ വള്ളി. അപ്പൊ ഇതേ ഇന്നലെ ഞാൻ ഈ കാണിച്ചാൽ മറ്റേ ചെറിയ പൂവുണ്ട്, ആ സാധനമാണ്. നാളത്തേക്ക് ഇത് റെഡിയാവും. ഇതൊക്കെ ഈ നിറമായിരിക്കും. മറ്റേത് എങ്ങനെയാണെന്ന് അറിയാം, നല്ല വെളുത്ത് പരുവം കിട്ടാത്ത ഈ നിറം കണ്ട, ഇതിന്റെ നിറം കണ്ട. ഇത് വളരൂല. ഇത് പോയില്ല. ഇത് പോയി. ഇത് നമ്മൾ ഉപയോഗിക്കില്ല, നമ്മൾ വെറുതെ കളയാം. ഇതേപോലെ ഇരിക്കും. ഇത് നല്ല പവറാണെങ്കിൽ നല്ല മുഴുപ്പിന് വരും. ഇത് നമുക്ക് കൊടുക്കാനും പറ്റൂല, പിന്നെ നമ്മൾ ഉപയോഗിക്കും. ഈ സാധനം ഇതൊക്കെ കൊള്ളാമോ? ഇതൊക്കെ വളരൂല. പറിച്ച് കളയേണ്ടി വരും. പറിച്ച് കളയാം. അതാണ് ഈ വള്ളിയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. വള്ളിക്ക് പുഷ്ടിയില്ല. ഈ ഗ്യാപ്പ് വരില്ല. ഈ ഗ്യാപ്പ് വന്നാൽ പോയി. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓ, ആ ഗ്യാപ്പ് വന്നാൽ ഒരു ഗ്യാപ്പും ഇല്ല. അതാണ്ട ഈ കാണ്ട, ഇത് ഇന്നലത്തെ പിഞ്ചാണ്, ഒഴിഞ്ഞതാണ്. അത് ഇന്നിപ്പോ ഈ പരിപാടി, നാളത്തേക്ക് അല്ല. ഇനി ഇത് മാക്സിമം പോയാൽ ഒരു 25-30 ദിവസത്തിനകത്ത് ഇതിന്റെ അപ്പോഴത്തേക്ക് ഈ വള്ളി ഇതേപോലെ കരി അങ്ങ് പോകും. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിന് അടുത്ത വേറൊരു കുഴി വെട്ടി ഈ തട്ട് ഉപയോഗിക്കാൻ വേണ്ടി. തട്ടാണ് ഇതിന്റെ പൈസ. പിന്നെ ഈ കയറ് പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ 120 രൂപ. ഇതിപ്പോ കഴിഞ്ഞ നമ്മൾ ഈ കോവയ്ക്കെന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഒരു 10-20 തൈ ഇതിനകത്ത് അങ്ങ് ഇട്ട് കൊടുത്താൽ ഈ ഒരു തട്ട് നിറഞ്ഞു. കോവയ്ക്ക് ലാഭമാണ്. കോവയ്ക്ക് ഭയങ്കര ലാഭം. പരുവം ഇത് അതിനുള്ളതാണ്. ഇതൊക്കെ നല്ല പവറുള്ള കായാണ്. അതൊക്കെ പവറുള്ളതാണ്. ഇത് മൊത്തം പറിച്ച് നമ്മൾ ഇതിൽ കയറ്റും. അണ്ണനെ ഇന്ന് എത്ര ദിവസം ആകുമ്പോ കയറണ? ഇത് ഒരു 15 ദിവസം ആകുമ്പം തട്ട് ഫുള്ളാവും. 15 ദിവസം ആകുമ്പോ ഞാൻ എടുക്കാം. ആളൊക്കെ ഭയങ്കര കൃഷി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, കാണിച്ചാൽ നല്ല കാര്യമല്ലേ അത് കാര്യം. അണ്ണാ പച്ചക്കായ അവിടെ കിടക്കണ കണ്ടാണ്. ഒറിജിനൽ പച്ചയല്ല, അല്ല, ഇതിന്റെ ഒറിജിനൽ പവർ കായ എന്ന് പറഞ്ഞത് ഇതാണ് ഒറിജിനൽ പവർ. പിന്നെ അപ്പുറത്ത് നിന്ന് ഇതിന്റെ സൈസ് ആയ അതെന്തിട്ടേക്കണ കൊണ്ട്? അത് നമ്മള് സാമ്പാറിന് ഉപയോഗിക്കുന്ന. ഓ, മറ്റേ വെള്ളരി. പക്ഷെ അതിന് സ്ഥലം വേണം അല്ലേ അണ്ണാ കൂടുതൽ? ഓ, ഇതിന് ആ ഒരു പ്രശ്നമില്ല. അങ്ങനെയുള്ള സാധനത്തിനായി സ്ഥലം കൂടുതലാണ്. ഓ, വിളവെടുക്കാൻ. അപ്പൊ എടുക്കാത്തെന്ത് പിന്നെ? നാളെ എടുക്കും. അപ്പൊ ഇന്നെന്ത് ഈ പണിക്കാരനെ ഇറങ്ങിയത് ഇങ്ങനെ വെട്ടിയിടണമെന്ന്? ഇത് വേണം. ഇതിപ്പോ നമ്മൾ ഒരു കളയില് കളച്ച് ഇനി ഈ പോച്ചെല്ലാം കൂടെ പറിച്ച് അണച്ച് ഇതിനെ അണയ്ക്കുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് പുതിയ വേര് വരും. ആണ് ഇതിനകത്ത് ഈ സൈഡിൽ വേറെ അപ്പം നട്ടൊക്കെ തന്നെ ഇപ്പം ഇത് കീര നട്ടതാണോ? ഇതിന്റെ കൂടെ അതങ്ങ് വളർന്നു വളരും. അപ്പൊ നമുക്ക് ഇതിലെന്തെങ്കിലും നഷ്ടം വന്നാലും അതിൽ നിന്ന് വല്ലതും കിട്ടും. നമ്മള് വേലക്കൂലി ഞാൻ ചീരയെന്ന് ഒപ്പിക്കും. കൃഷിയുടെ ടെക്നിക്കാണ്. പിന്നെ ചുവന്ന കീര ഒരുപാട് കീടനാശിനി. ഓ, എങ്കിലേ ചുവന്ന കീര അത് എന്നെ കൊണ്ട് കിട്ടും. പച്ചയാണ്. പച്ചയാകുമ്പോൾ നമ്മൾ കഴിക്കുന്നവരെ വാങ്ങിച്ച് കഴിച്ചാൽ മതി. പിന്നെ വേറെ വിഷമൊന്നും കഴിക്കാറില്ല. പിന്നെ ഞാൻ ഇതിൽ കൂടുതൽ ചിലപ്പോൾ അടിക്കുന്നത് വേപ്പെണ്ണ മിശ്രിതം മാത്രമാണ് ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത്. വേറെ ആരും അങ്ങനെ ഞാൻ പറയണില്ല. അവര് മനുഷ്യനെ കൊല്ലുന്ന വിഷം തന്നെ അടിക്കുന്നത്. അതിപ്പോൾ ഞാൻ വലിയ കാര്യം പറഞ്ഞാലും ഞാൻ ഇതേലെ ക്ഷീണിച്ച് കഴിക്കുമ്പോൾ ഞാൻ ഇതിനൊന്ന് പറിച്ച് തിന്നും.
ക്ഷീണിച്ചിരിക്കുമ്പോൾ പറിച്ചു തിന്നും. അപ്പോൾ അത് നമുക്ക് മറ്റുള്ളവർക്ക് അത് വേണ്ട. വേണ്ട. അവർക്ക് കാര്യം വാങ്ങാൻ വരണവർ ആ അപ്പോൾ ഇതേപോലെ ഒരു കുത്തുണ്ടെങ്കിൽ അവരത് വാങ്ങൂല. കാര്യം ഇത് ഒരു പ്രാണിയൊക്കെ പോകണമെങ്കിൽ അതേസമയം അവരൊക്കെ നല്ല മുഴുവൻ താമ്പുണ്ടല്ലേ. ആ ഇതൊക്കെ നല്ല നാളത്തേക്ക് നല്ല പരുവാണ്. പിന്നെ രാസവളം ഞാൻ അപൂർവം കഴിക്കാറില്ല. എനിക്ക് ചാണകമുള്ളതുണ്ട്. ചാണകം തന്നെ ഈ ചാണകം. അപ്പം വെണ്ട നടാറില്ല. വെണ്ട ആ കൊമ്പൻ വെണ്ടയ്ക്ക് എവിടെ നിന്ന് പറഞ്ഞത്? കൊമ്പൻ വെണ്ട നമ്മളെ പഴയ നാടൻ വിത്താണ്. പക്ഷെ അത് ചില സമയങ്ങളിൽ അതിൽ ഇതേപോലെ ഒരു പോര് വരും. കായ്ക്കേണ്ട സമയമാണ് ഇതേപോലെ ഇല ആവും. പിന്നെ അതിലെ കായെന്ന് പറയുന്നത് പച്ച കളറായിരിക്കും. വെള്ള എനിക്ക് ഞാൻ അവിടെ ഉണ്ട്. നമ്മളെ ഇവിടെ ചെക്കാലമുക്കിലോ പയ്യൻ വെച്ചിട്ട് ഇത് കച്ചവടം ചെയ്ത് വെള്ളം ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്രയും നീട്ടം വരും. വിത്തിന്റെ ഉണ്ട്. ഞാൻ ഇപ്പോൾ അത് ഓണത്തിന് മാത്രമേ നടുള്ളൂ. അല്ലാതെ നട്ടാൽ കിട്ടൂല. പാവലും പിന്നെ വെണ്ടയൊക്കെ എന്ന് പറയുന്നത് ഓണക്കൃഷി ചെയ്യുമ്പോൾ വലിയ കാര്യമില്ലാതെ കിട്ടും. അവിടെ ഒരു പാവല് ഇത്രയും സ്ഥലമാണ്. ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല. വേലക്കൂലി വരെ കിട്ടിയില്ല. എന്ന് വെച്ചാൽ തട്ടിൽ ഇതേപോലെ ആയി നിരന്ന് വന്നപ്പം ഒരു പഴുപ്പ് മൂട്ടി ഇതേപോലെ പഴുത്ത് കയറി വന്നു. എത്ര അതിനൊന്നും മരുന്നടിച്ചോണ്ടൊന്നും കാര്യമില്ല. മരുന്നടിക്കണമെങ്കിൽ ഒരു അത്രയ്ക്ക് അടിക്കണമെങ്കിൽ ഒരു 3000 രൂപ. 3000 രൂപ ഞാൻ ഒരു ദിവസം ഫുള്ള് നിന്നാലേ അടിക്കാനും പറ്റുള്ളൂ. അതിനേക്കാളും ആ 4000 രൂപ വേണ്ടല്ലോ. അപ്പോൾ ഇട്ടാ ഇങ്ങനെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാതെ വരൂ. ഒന്നും കിട്ടാതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടല്ല വാഴയില്ല 2 തെങ്ങിന്റെ ഇടയ്ക്ക് കിടക്കും. അവിടെ നട്ടിട്ട് എനിക്ക് 8-9 ആളിന്റെ എന്നെ കൂടെ 9 ആളിന്റെ പണിയായി. അത് 1000 രൂപ കിടിയും പറ്റില്ല. എന്ന് വെച്ചാൽ ഈ കരിഞ്ഞു പോയി കാലാവസ്ഥയിലതുകൊണ്ട്. ഇവിടെ ഇത്ര വെള്ളം കിടക്കുന്ന അന്തരീക്ഷത്തിന്റെ ചൂട് ഇതെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിന്റെ ചൂടില് അതായത് പച്ചപ്പാവയ്ക്കാണ് നമ്മളെ നാടന്റെ പഴയ പച്ച നല്ല ഇതായിട്ട് വരും. അല്ല അത് ഇതിന്റെ ഇടയിൽ നിന്ന് പൊടിച്ച് കയറിയതാണ്. ഇതിന്റെ ഇടയിൽ ഓണകൃഷി പാവലിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഈ വിത്ത് കിടന്ന് പൊടിച്ച തൈ പുഴുതാണ് ഞാൻ അത് നട്ടേക്കുന്നത്. അതിന് പയറായിരുന്നു. പയറും സലാഡുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇനി ഇതിന്റെ പണി തീർന്നിട്ട് അതിലോട്ടം ഇറങ്ങി. അപ്പൊ അണ്ണൻ ഞാൻ വന്ന് അണ്ണന് ബുദ്ധിമുട്ടായി ഇരുന്ന് തന്നെ. ഇനി വെള്ളം കോരണം. ഇനി ഇതിന്റെ ഇടയിൽ തന്നെ വെള്ളം എവിടെ നിന്ന് എടുക്കണേ? ചാലിന്ന് കോരി എത്തിക്കും. പക്ഷെ ഒരു രസമാണല്ലേ. മക്കളെന്നാരും വരൂലേ? മക്കള് മോളെ കെട്ടിച്ച് വിട്ട് അവരാ വീട്ടില്. ഞാൻ മോണ്ടാവാൻ പണിക്ക് ഇവിടെ വരാറില്ല. വീട്ടിലുണ്ട്. അല്ല അവൻ രാവിലെ 7 മണിക്ക്. അവനും ചേട്ടന്റെ മോനും കൂടെ ഈ ടൈലിന്റെ പണി പലയിടത്തും കൃഷി ഉള്ളവർ അവർ മക്കളാരും വരാറില്ല ഇപ്പോഴും. മറ്റേ വേറെ പുള്ളി ഇത് തന്നെ പറഞ്ഞത്. കാര്യം ഇപ്പൊ ഇത് ചിലപ്പം കിട്ടിയ 50,000 രൂപ കിട്ടും. പോയി ഈ 50,000 മുടക്ക് പോലും അവരെ കൊണ്ട് അവർക്ക് താങ്ങൂല. അവർക്ക് ദേഷ്യം വരും. നമ്മളങ്ങനെയല്ല. നമ്മളിത് പോണെങ്കിൽ അടുത്തേക്ക് കിട്ടുമെന്ന് പറഞ്ഞ അടുത്ത് നടക്കും. അവരിറങ്ങൂല. അതാണ് എൻ്റെ. അതുകൊണ്ട് നമ്മൾ അവരെ ഇപ്പോഴും അവർക്ക് മുടങ്ങാതെ പണിയുണ്ട്. ഇപ്പോൾ ഈ ആളുകൾ ഫ്ലാറ്റിലൊക്കെ വെച്ചിരിക്കണോണ്ട് ഇപ്പം ഭയങ്കര ശമ്പളം 1000-1500 രൂപ 1400 കിട്ടും അവരത്. പിന്നെ ഒരാൾ പറഞ്ഞെന്ന് വെച്ചാൽ ഇതിനകത്ത് കോഴിക്കാരെ ഇടൂലെന്ന്. അങ്ങനെ അതിന് കോഴിക്കാരിടാൻ പാടില്ല. ഞാൻ ഇടൂല. കോഴിക്കാരൻ വിരുദ്ധപ്പെട്ട കൃഷിക്കാർ ഇടൂല. ചാണകം ഉണ്ടെങ്കിൽ ചാണകത്തിനെ പോലെ ഗുണം വരില്ല. കോഴിക്കാരെന്ന് വെച്ചാൽ ഒരു പവർ കൊടുത്തിട്ട് ചിലപ്പോൾ ഒത്തിരി വെള്ളം കോരാൻ താമസിച്ചാൽ അത്രയും സലാഡിന് ഇട്ടതിനൊക്കെ ഇട്ടാൽ കിടക്കും. സലാഡിന് അത്ര ഇതിട്ടാൽ 3 നേരം മുടങ്ങാതെ വെള്ളം കുളിക്കൊഴിച്ചു ശരിക്കും നനയുന്നു. എന്നിട്ട് പേരെന്ന് പറഞ്ഞില്ല? കരുണാകരൻ നായരാണ്. അങ്ങനെയാണ് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ. ഒരു 10 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. അപ്പോഴത്തേക്ക് അത് നല്ല രസമായിട്ട് വരും. ഞാൻ ഇനി ഇത് ഇവിടെ ഈ സ്ഥലം മറക്കൂല. എന്നെ എനിക്ക് ഒരു കൊണ്ടുപോകണ പാടേണ്ട. ഇതിനകത്ത് എന്തായാലും കൊണ്ടുപോകും. എനിക്ക് 1 കിലോ പറിച്ചു തന്നാൽ മതി. 1 കിലോ സലാഡ് വെള്ളരി വാങ്ങിക്കാം. അണ്ണാ ഇത് എത്ര മൂടുണ്ടെണ്ണ? കണക്ക് 150 മൂട് വരും അല്ലേ? അണ്ണൻ്റെ മുഖത്ത് അണ്ണന് നേരെ എടുക്കണ അണ്ണന് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് കുഴപ്പം. അണ്ണൻ ആരെയും വീഡിയോ എടുക്കണ ഇഷ്ടമില്ലെന്നാണ് അണ്ണൻ പറഞ്ഞത്. അതുകൊണ്ട് അണ്ണനെ കാണിക്കാൻ നേരെ പറ്റില്ല. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അണ്ണൻ്റെ വീഡിയോ എടുത്ത്
ചിലവർക്ക് അതിനുള്ളൊരു താല്പര്യം കാണൂലല്ലോ. വീഡിയോ എൻ്റെ മക്കൾക്കും അങ്ങനെയാണ്. എൻ്റെ മക്കളും വീഡിയോ എടുക്കുന്ന മക്കൾക്കും ഇഷ്ടമില്ല. അവരെ മുഖം മറിച്ച് കളയും. ഒരു 150 മൂടുണ്ടെന്നാണ് എണ്ണം പറഞ്ഞത്. കോവിലിലെ ക്ഷേത്രത്തിലെ പാട്ട് കേൾക്കണം. ഇനിയിപ്പം ഇത് പാട്ട് കോപ്പിറൈറ്റ് വരുമോ ഇല്ലയെന്ന് ഇനി അറിഞ്ഞൂടെ. ഇത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. യൂട്യൂബിലിടുമ്പം നമുക്ക് പാട്ടിന് കോപ്പിറൈറ്റ് വരുമെന്ന് പറയണ കേട്ടിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഈ കൃഷി. നമ്മൾ കണ്ണിൽ നിന്ന് മായാത്ത ഒരു സാധനമാണ് ഈ കൃഷി. ഈ കാച്ചൊക്കെ നിൽക്കണ കാണുന്നത്. എന്നാൽ എനിക്ക് 1 കിലോ സലാഡ് വെള്ളരി വേണമെന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് പറിച്ചു തരാൻ വേണ്ടിയാണ് എന്നാൽ എടുത്തുകൊണ്ട് വന്നത്. ചീര വേണ്ടെന്ന് വേണം, പക്ഷേ ഇതെല്ലാം സൈക്കിളിലാകൊണ്ട് കൊണ്ടുപോകാൻ പാടും. ഇല്ലെങ്കിൽ ഞാൻ എല്ലാം മാറ്റിട്ട് പോകാനേ. കൃഷി ഇതെല്ലാം എല്ലാവരും എന്നെ കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കാണിക്കാൻ ഒരു പാടാണ്. എന്നെ കണ്ടുകൊണ്ട് അണ്ണൻ ഒരു ഇതൊക്കെ സമ്മതിച്ചതാണ്. ആര് വന്നാലും അണ്ണൻ താമസിക്കില്ലെന്നാണ് പറയുന്നത്. ഇതേപോലെയാണ് വിരിയണം. ഒരെണ്ണം വരും. പക്ഷെ വേറെ ഞാൻ എല്ലായിടത്തും പറയണ ഈ നാടൻ പലയിടത്തും കൊണ്ടുവയ്ക്കും. ഈ നാടൻ വെള്ളരി മറ്റതും തമ്മിൽ നമുക്ക് ഓണം അടുപ്പിച്ച് വരുമ്പോൾ കാച്ചില്ലെങ്കിൽ നമ്മൾ ഇതിന്റെ മണ്ടയൊക്കെ ഇങ്ങനെ നുള്ളിയിട്ട് ഒരു ചെറിയ യൂറിയ കയറ്റി കൊടുക്കും. അത് പിന്നെ ഓണ കൃഷി കഴിഞ്ഞാൽ പിന്നെ ഇതിന് വില കിട്ടില്ല. ഓണത്തിന് കിലോയ്ക്ക് 50 രൂപ കിട്ടിയാൽ പിന്നെ 5 രൂപയും കിട്ടില്ല. അത് ശരിയാണ്. ഓ അങ്ങനെയുണ്ട്. പിന്നെ അപ്പം അതുകൊണ്ട് ഓണത്തിന് മാക്സിമം നമ്മൾ വിളയിച്ചെടുക്കാൻ നോക്കും. കരുണാരാണൻ്റെ കൃഷി സ്ഥലമൊക്കെ കണ്ടല്ലോ. അവിടെ ഇപ്പം സലാഡ് വെള്ളരിയാണ് വിളവെടുക്കാനുള്ളത്. ബാക്കിയൊക്കെ നട്ടക്കണേ ഉള്ളൂ. ഇനി ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഈ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് അണ്ണൻ പറഞ്ഞു. അപ്പം അണ്ണന് വീഡിയോ എടുക്കുന്ന അത്ര ഇഷ്ടമില്ല. അണ്ണൻ്റെ മൈക്ക് വെച്ച് സംസാരിക്കണ അത്രയൊക്കെയാണ്. ആരും വന്നാലും അങ്ങനെയൊന്നും അണ്ണൻ കൃഷി സ്ഥലമൊക്കെ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അണ്ണനെ വീഡിയോയിൽ പകർത്തി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.